Hello, my dear friends. I am your teacher Amma, and welcome back to my easy English class. Today, I am going to introduce 10 sentences using have to. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ടീച്ചറമ്മ. ഇന്ന് 10 വാചകങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഹാവ് ടു എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഹാവ് ടു എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് ചെയ്യണം എന്നാണ്. ചെയ്യണം, എനിക്ക് പാടണം, എനിക്ക് വരണം, എനിക്ക് പോകണം, എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് എഴുതണം, എനിക്ക് വായിക്കണം എന്നീ വാചകങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതിനാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ വാചകം ഇതാ, ഐ ഹാവ് ടു ഗോ. എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗോ. എനിക്ക് പോകണം. എനിക്ക് പഠിക്കണം എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ടു സ്റ്റഡി. ഐ ഹാവ് ടു സ്റ്റഡി. എനിക്ക് കഴിക്കണം. എനിക്ക് വല്ലതും കഴിക്കണം. I have to eat. I have to eat. I have to sleep. I have to sleep. എനിക്ക് ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം. I have to sleep. എനിക്ക് വായിക്കണം എന്നെങ്ങനെ പറയും? I have to read. I have to read. എനിക്ക് എഴുതണം എന്നെങ്ങനെ പറയും? I have to write. I have to write. എനിക്ക് നൃത്തം ചെയ്യണം. എനിക്ക് ഡാൻസ് കളിക്കണം. എനിക്ക് നൃത്തം ചെയ്യണം. ഐ ഹാവ് ടു ഡാൻസ്. ഐ ഹാവ് ടു ഡാൻസ്. എനിക്ക് എൻ്റെ അമ്മയെ സഹായിക്കണം. എനിക്ക് സഹായിക്കണം. ഐ ഹാവ് ടു ഹെൽപ്പ്. ഐ ഹാവ് ടു ഹെൽപ്പ് മൈ മദർ. നമ്മുടെ റൂമൊക്കെ വൃത്തിയായി ഇരിക്കണ്ടേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? എനിക്ക് എൻ്റെ റൂം വൃത്തിയാക്കണം. വൃത്തിയാക്കണം. ഐ ഹാവ് ടു ക്ലീൻ. ഐ ഹാവ് ടു ക്ലീൻ മൈ റൂം. എനിക്ക് ഇന്നത്തെ ഈസി ഇംഗ്ലീഷ് ക്ലാസ് മുഴുവനാക്കണം. എനിക്കത് പൂർത്തിയാക്കണം. ഐ ഹാവ് ടു ഫിനിഷ്. ഐ ഹാവ് ടു ഫിനിഷ് ടുഡേയ്സ് ക്ലാസ്. ഫൈൻഡ് മോർ സിമിലർ സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഓൺ യുവർ ഗ്രാമർ നോട്ട്ബുക്ക്. ഇതുപോലുള്ള കൂടുതൽ മലയാള പദങ്ങൾ എഴുതിയ ശേഷം അതിൻ്റെ ഇംഗ്ലീഷ് ഹാവ് ടു ഉപയോഗിച്ച് എഴുതുമല്ലോ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ, ഗ്രാമർ നോട്ട്ബുക്കിൽ ഇവ എഴുതി പറഞ്ഞു പഠിക്കണേ. That's all for today. See you in the next class. Until then, bye bye. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ടാറ്റ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.